എന്ത് ചോദിച്ചാലും നമ്മൾ ഒരിക്കലും വേണ്ടെന്ന് പറയരുത്. പ്രത്യേകിച്ച് അമ്മമാർ ചോദിക്കുമ്പോൾ ഒട്ടും പറയരുത്. അങ്ങനെ അമ്മ ഐസ്ക്രീം മേടിച്ചെന്ന് എൻ്റെ വാ അടപ്പിച്ചു. കാരണം അതിൽ കൂടുതൽ വില കൂടിയ സാധനങ്ങളാണ് ഞാൻ നോക്കിയത്. എൻ്റെ ഫേവറേറ്റാണ് ഈ ഫ്രൂട്ട്സ് കട. കാരണം ഇവിടെ ഷേക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടും. എനിക്ക് ഫേവറേറ്റാണ് ഈ ഷേക്ക്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നടന്നു. പിന്നെ മാർക്കറ്റിലോട്ട് പോയി. ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ എത്ര രാത്രി ആയാലും എനിക്ക് അത്യാവശ്യം പേടിയില്ല. ലൈക്ക് വെരി ഫ്രീ ടു വാക്ക്. അതായത് എനിക്ക് രാത്രി ഇറങ്ങി നടക്കാൻ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാത്തതുകൊണ്ട്. പിന്നെ ആൻറ്റിയെ കണ്ടു വഴി വെച്ച്. ആൻറ്റി ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണമെന്ന്. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചു. പിന്നെ ആൻറ്റിയുടെ മോളെ ഇവിടെയും ഈ പോപ്കോണിനെയും പൊക്കിക്കൊണ്ട് ഞാൻ അവൾക്ക് 30 രൂപ പിടിക്കാൻ കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഷോക്കായി. എൻ്റെ മേളിൽ ഇത്ര വിശ്വാസമോ? ബട്ട് അതിൻ്റെ സത്യം എന്നാന്ന് വെച്ചാൽ 10 രൂപയുടെ നോട്ട് ഒരെണ്ണം കീറിയതും 20 രൂപയും കിട്ടി. പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് കൊടുത്തതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സൊറ പറഞ്ഞ് നടന്നു. പിന്നെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് സ്ഥിരം കാണുന്ന ഞങ്ങളുടെ ഷുട്ടുമണിയെ കണ്ടത്. ഷുട്ടുമണി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് ഷുട്ടുമണി ശൂഷു വയ്ക്കാനാണ് പോയെന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ ഒണിയൻ ഫിറ്റേഴ്സ് മേടിച്ചു. ഉള്ളിവട, അവിടുത്തെ ഉള്ളിവട. പിന്നെ അതെല്ലാം വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് പറഞ്ഞു അവൾക്ക് എടുക്കാൻ നാണം വന്നത്. അപ്പോൾ കൈ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എടുത്ത വീഡിയോ ആണിത്. പിന്നെ കുറച്ച് വീഡിയോ എടുത്തു തന്നു. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് അങ്ങനെങ്ങാണ്ടാണല്ലോ, അതുകൊണ്ട് കിട്ടിയ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ പാനിപ്പൂരി കഴിക്കാൻ പോയി. ആദ്യത്തെ പാനിപ്പൂരി അവൾക്കായിരുന്നു. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങേർക്ക് വിശ്വാസമില്ലായിരുന്നു. പിന്നെ രണ്ടാമത് എനിക്ക് തന്നു. പക്ഷേ ഈ കാണുന്ന ആവേശമൊന്നും ഇല്ലായിരുന്നു. മുടിഞ്ഞ എരിവായിരുന്നു. ആദ്യത്തെ തന്നെ എൻ്റെ അണ്ണാക്കി കയറി. ഞാൻ തുപ്പിക്കളഞ്ഞു. പിന്നെ രണ്ടാമത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി. അവിടെ കയറി സ്വീറ്റ്സൊക്കെ മേടിച്ചു, ചായയൊക്കെ കുടിച്ചു. 50 രൂപ. ചോക്ലേറ്റ് ജ്യൂസ് ഇറങ്ങത്തുള്ളൂ. ചോക്ലേറ്റ് ആയതാണ്. പിന്നെ അറിയാവുന്ന വേറൊരു ആൻറ്റിയും വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. കാരണം ഗസ്റ്റ് വന്നില്ലെങ്കിലും നമ്മൾ വിളിച്ചുകൊണ്ട് പോകണമല്ലോ. അങ്ങനെ ആൻറ്റിയും സമയം ഇപ്പം 8 മണിയാകുന്നു. നോ ടെൻഷൻ, നത്തിങ്. അതായത് നമുക്ക് ഫ്രീലി നടക്കാം. ദാറ്റ്സ് വൈ ഐ ലൈക്ക് ടു സ്റ്റേ ഹിയർ. അപ്പോൾ ഇന്ന് എത്രയുള്ളൂ?